السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل محمد. ഏറെ ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്ന് നല്ല ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആലിമീങ്ങളും ആലിമാത്തുകളും അള്ളാഹു ആക്കി തരുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെ മനസ്സിലുള്ള മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ ആമുഖങ്ങൾ നീട്ടി പറഞ്ഞ് സമയം കളയുന്നില്ല. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ നല്ല സന്തോഷത്തിലാണ്. നല്ലൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ല മഴ അള്ളാഹു നമുക്ക് തന്നിരിക്കുകയാണ്. ഈ മഴ എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ് ഈ മഴ എന്നുള്ളത്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2-3 ദിവസങ്ങൾ മഴ അതാ നിൽക്കാതെ പെയ്യുകയാണ്. ചോരാത്ത മഴയാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. കേരളത്തിൽ പല ജില്ലകളിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഴ വന്ന് പല ആളുകൾക്കും ഒരുപാട് നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മഴ എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ഈ മഴയെ ആരും കുറ്റം പറയാൻ പാടില്ല, മഴയെ ആക്ഷേപിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പല ആളുകൾക്കും നാശനഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ മഴ വന്നിട്ട് ഒരുപാട് ആളുകൾക്ക് കൃഷിയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ അവർ കുറ്റം പറയുകയാണ്. അങ്ങനെ കുറ്റം പറയാനും പാടില്ല. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ അനുഗ്രഹമായ ഈ മഴ നമുക്ക് കടന്നു വരുമ്പോൾ ഇത് വിപത്താകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്. മഹാന്മാർ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണല്ലോ മഴ. ഈ മഴ നമുക്ക് കടന്നു വരുമ്പോൾ, ഈ മഴ ഒരു വിപത്തായി കടന്നു വരുമ്പോൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരേ ഒരു ദുആയാണ്. ഈ ദുആ ഒരു മനുഷ്യനെ ചൊല്ലിയാൽ, എല്ലാ ദിവസവും ചൊല്ലിയാൽ അല്ലാഹുവേ നമുക്ക് ആശ്വാസം തരികയാണ്. ഏത് ദുആയാണ്? അല്ലാഹുവേ, അല്ലാഹുവിന്റെ മഴ വിപത്തായി കടന്നു വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരേ ഒരു ദുആയാണ് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ اللهم على أقام والنراب وبدون أودياء ومنابت شجرا. ഈ ദുആ നീ ചെയ്യടാ, ഈ ദുആ നീ ആവർത്തിക്കേ. അല്ലാതെ മഴയെ കുറ്റം പറയല്ല വേണ്ടത്, മഴയെ ആക്ഷേപിക്കല്ല വേണ്ടത്. ഈ ദുആ നീ ആവർത്തിച്ച് പറ, ഈ ദുആ നീ ചെയ്യേ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലാ അഖാമി വന്നിറാബ് വബതൂനി ഔദിയാ വമനാബതിൻ ശജറാ. അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കേണമേ അല്ലാ. ഈ മഴയുണ്ടല്ലോ ഞങ്ങൾക്ക് ശിക്ഷയാക്കി ഞങ്ങളുടെ മേൽ നീ ആക്കല്ലേ അല്ലാ.
അല്ലാഹുവേ ഈ മഴ മേറ്റ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരങ്ങളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കേണമേ അല്ലാ എന്ന ദുആയാണ് നീ ചെയ്യേണ്ടത്. പടച്ച റബ്ബേ ഈ മഴ നല്ല രീതിയിൽ ആശ്വാസമുള്ള രീതിയിലുള്ള മഴ ആക്കി തരണമേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് ഒരേ ദുആയാണ്. സ്വഹീഹായ ഹദീസാണത്, ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുആ നീ ആവർത്തിക്ക്. അല്ലാതെ കുറ്റം പറയല്ല വേണ്ടത്, അല്ലാതെ മഴയെ കുറ്റം പറയല്ല വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനമുള്ള മഴയെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة